ഹായ് എല്ലാവർക്കും ടെക് ഏഞ്ചൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ന്യൂ എസിയാറ്റ് ടെക്സ്റ്റ് സീരീസ് ക്ലാസ് നയൻതിലെ ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസമാണ് ഇവിടെ എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ന്യൂ എസിയാറ്റ് ടെക്സ്റ്റ് ബുക്ക് സീരീസിൽ നിന്ന് ഇപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. PSCക്ക് ഇപ്പൊ നടന്ന LGS പരീക്ഷയ്ക്ക് ധാരാളം ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിൽ സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകത്തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ. സ്വാതന്ത്ര്യ പുലരിയിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് നടത്തിയ പ്രസംഗത്തിൽ, രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഈ നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകത്തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പൊ ഇതാരാ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ തലേദിവസം നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഇവിടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ധാരാളം ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കൊടുത്തെറിഞ്ഞ് പ്രതീക്ഷാനിർഭരവും ഉത്തരവാദിത്തപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പൊ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവയ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. അപ്പൊ ലക്ഷ്യപ്രമേയം ആരാ അവതരിപ്പിച്ചെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും ഇതിലേക്കുള്ള ചുവടുവയ്പായിരുന്നു. ഇതിലേക്കുള്ള സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പൊ ഇതിലേക്കുള്ള ചുവടുവയ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള കാരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. ഇവിടെ ആഗസ്റ്റ് 15 ആഗസ്റ്റ് 15 ഇന്ത്യ നേടി സ്വാതന്ത്ര്യം, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക്, ലക്ഷ്യപ്രമേയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. പിന്നെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പൊ സ്വതന്ത്ര പരമാധികാരിയ ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളും ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക.
സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇവയെല്ലാം ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇത്രയാണ് ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ 5 എണ്ണമാണ് ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച എന്നാണെന്നാണ് നെഹ്റു 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളാണ് നെഹ്റു ആണ് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്? അവസര സമത്വം, ഇതിനു മുകളിൽ പറഞ്ഞിട്ടുണ്ട് അവസര സമത്വം. പിന്നെ കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയ സംസാരം, ആവിഷ്കാരം, വിശ്വാസം എന്നിവയൊക്കെയാണ് അവസര സമത്വം. നിയമത്തിന് മുമ്പിലുള്ള സമത്വം കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി വിശ്വാസ, ആവിഷ്കാര, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനം എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭരണഘടന ആമുഖമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡേറ്റ് 1949 നവംബർ 26. 1949 നവംബർ 26. ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് ആണ് 1949 നവംബർ 26. 1949 നവംബർ 26 ദിവസം. അപ്പൊ ഈ ഭാരതത്തിന്റെ ഭരണഘടന ആമുഖത്തിൽ എങ്ങനെയാ തുടങ്ങുന്നതെന്ന് പലതവണ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇത്രയും പഠിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന താഴെ പറയുന്നത് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി കാണുന്നു എന്നാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1976 ഭരണഘടന 42 ഭേദഗതി 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്താണ്? 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് 1977 ജനുവരി 3 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3-നാണ്. 42 ഭേദഗതി ആക്ട് പ്രകാരമാണ് ഇത് തിരുത്തിയത്. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാറ്റം വരുത്തിയത്. ഭരണഘടനയുടെ ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റിയത്. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നത് കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതി പ്രകാരമാണ്. മേൽപ്പറഞ്ഞ ആക്ട് ഈ 1976 42 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തതും ഈ ആക്ട് പ്രകാരമാണ്. ഏത് ആക്ട് പ്രകാരമാണ്? രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന് കൂട്ടിച്ചേർത്തതും 1976 42 ഭേദഗതി പ്രകാരമാണ്. ഇതും പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3-നാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തതും 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരവും പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ചേർത്തതും 1976 42 ഭേദഗതിയാണ്. ഇത് രണ്ടും പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3-നുമാണ്.
ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന്? പരമാധികാരം ജനങ്ങൾക്ക് എന്നാണ് ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഏത് ആശയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാധികാരം ജനങ്ങൾക്ക്. ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ തുടങ്ങിയവ സാക്ഷാത്കരിക്കുന്നതിന് ഭരണഘടനയിലെ വ്യവസ്ഥകൾ എത്രമാത്രം പര്യാപ്തമാണ്? ഭരണഘടനയുടെ സവിശേഷതകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണമാണ് രൂപം കൊണ്ടത്. ഇന്ത്യൻ ഭരണഘടന 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗമെല്ലാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണമാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ഇതും ചോദിച്ചിട്ടുണ്ട്. 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി. ഈ മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. നമ്മുടെ ഭരണഘടനയെ അന്നേരം എത്ര ഉണ്ടായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു ഭരണഘടന രൂപീകരിക്കാൻ. 1946 ഡിസംബർ 9 മുതലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം ആരംഭിച്ചത്. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി. ഇത് അന്നേരം രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ് നമ്മുടെ ഭരണഘടന. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കവുമുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. അപ്പൊ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ് ഭരണഘടന. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കവും ഉണ്ട്. പിന്നെ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പൊ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. താഴെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളാണിത്. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. പാർലമെന്ററി ജനാധിപത്യമുണ്ട്. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതുമാണ്. അപ്പം ദൃഢവും അയവുള്ളതുമായ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതുമാണ്. പിന്നെ മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങളോട് നമ്മുടെ ഭരണഘടനയില് അത് മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ. മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ. അധോസഭ എന്ന് പറഞ്ഞാൽ ലോകസഭ.
നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, ഉപരിസഭ എന്ന് പറഞ്ഞാൽ രാജ്യസഭ എന്നിങ്ങനെ രണ്ട് സഭകളുണ്ട്. അതായത് ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. അതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, മൊത്തം ജനങ്ങളും ഉള്ളതാണ് ലോക്സഭയില്. അധോസഭ, അധോലോകം എന്ന് ഓർത്താൽ മതി. അധോസഭ, ലോക്സഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭയാണ് രാജ്യസഭ. അപ്പൊ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭയായ രാജ്യസഭയും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന അധോസഭയായ ലോക്സഭയും ചേർന്ന് രണ്ട് സഭകളുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ രൂപം കൊണ്ടിട്ടുണ്ട്. ലോക്സഭയും രാജ്യസഭയും ചേർന്നാണ് നമ്മുടെ ഇന്ത്യയില് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം ഉണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം ഉണ്ട്. അതായത് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടി ഫെഡറലിസം ഉണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി അധികാരം വേർതിരിച്ച് നൽകിയിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം എന്നാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനമാണ് സ്വതന്ത്രവും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്, ഇന്ത്യക്കുള്ളത്. അതാണ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും പോയിന്റാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, പാർലമെന്ററി ജനാധിപത്യം, ദൃഢവും അയവുള്ളതുമായ ഘടന, മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടി ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇവയൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഓരോന്നും എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ സവിശേഷതകളായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളായതല്ല. താഴെ വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളും പട്ടികകളും ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണ എത്ര ഭാഗങ്ങളുണ്ട്? 12 പട്ടികകളും ഒരു 395 22 ഭാഗങ്ങളും. ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച സെമിനാർ ഇത് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യ ഐക്യം ഒരുപോലെ പാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിന് ഇത്തരം ഒരു ഭരണ ക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുകയും ചെയ്യുന്നു. ഒന്ന് വായിച്ചു വിട്ടാൽ മതി. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രബന്ധ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിന്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അപ്പൊ ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾ അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഇതൊക്കെ. എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഫെഡറലിസം. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഭാഗം 1 പറഞ്ഞിരിക്കുന്നത്. ഭാഗം 1
പാർട്ട് 1 ഭാഗം 1 പറഞ്ഞിരിക്കുന്ന യൂണിയനും അതിന്റെ ഭൂപ്രദേശവുമാണ്. ഭരണഘടനയിലെ ഭാഗം 1 പറഞ്ഞിരിക്കുന്ന യൂണിയനും അതിന്റെ ഭൂപ്രദേശവുമാണ്. യൂണിയന്റെ പേരും ഭൂപ്രദേശവും. ഭാഗം 1 പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് എന്നാണ് ഭാഗം 1 പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. ഇപ്പൊ ഇന്ത്യയെ പറയുന്ന ഭാരതം എന്നല്ലേ, അതുകൊണ്ട് ഇത് കൂട്ടിച്ചേർത്ത് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഭാരതം എന്ന് കിടപ്പുണ്ട്. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. ഭാരതത്തിന്റെ ഭൂപ്രദേശം സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. അപ്പൊ ഇത്രയാണ് യൂണിയന്റെ പേര് ഭൂപ്രദേശം എന്നതിൽ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ ഇന്ത്യ അഥവാ ഭാരതം എന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് സംസ്ഥാനങ്ങൾ അവയുടെ ഭൂപ്രദേശങ്ങൾ 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധമായിരിക്കുന്നതാണ്. ഭാരതത്തിന്റെ ഭൂപ്രദേശം സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. ഇന്ത്യ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം ഇതാണ്. ഇത് പ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പൊ ഭാഗം 1 പറഞ്ഞിരിക്കുന്ന ഇന്ത്യ അതായത് ഭാരത സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ്. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമെന്ന് ഇത് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. അപ്പം ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളിലാണ് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളായി കൂടെ കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. ഇത്രയും കാര്യങ്ങളാണ് ഈ 8 പോയിന്റാണ്. 8 ഈ 9 പോയിന്റ്സ് ആണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പിക്ചർ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ പെടുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണാതെ പഠിച്ചു നോക്കണം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന്റെ മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. താഴെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ്. അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവേഴ്സ് 7-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അധികാര വിഭജനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, പിന്നെ കൺകറന്റ് ലിസ്റ്റ്. ഇവിടെ 3 ലിസ്റ്റുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാം പട്ടികയിൽ ലിസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് എന്ന കൺകറന്റ് ലിസ്റ്റ് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭരണഘടന നിലവിൽ വന്നപ്പോൾ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 97 വിഷയങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ്. ഉദാഹരണം വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം മുതലായവ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ PSCക്ക് ചോദിച്ചിട്ടുള്ള ലിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടിക ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെഡ്യൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-ാം പട്ടികയിലാണ്
അധികാര വിഭജനം ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്ന 7ാം പട്ടികയിലാണ് 3 ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നു. യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിലെ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മാത്രം അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റാണ്. സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മാത്രം അധികാരമുള്ള വിഷയങ്ങൾ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അടുത്തത് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണ അധികാരങ്ങളുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. രണ്ടുപേർക്കും അധികാരമുള്ള വിഷയങ്ങൾ ഇതിനകത്തിലുണ്ട് സമവർത്തി ലിസ്റ്റില്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയാണ്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റില് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള, സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുള്ള പട്ടികയാണ്. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. സമവർത്തി ലിസ്റ്റ് അതോ കൺകറന്റ് ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണുള്ളത്. ഇതിൽ തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം കൺകറന്റ് ലിസ്റ്റിന് ഉദാഹരണം വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയാണ്. അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിഡ്യൂറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിൽ ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണുള്ളത്. അപ്പൊ അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിഡ്യൂറി പവേഴ്സ് ഉള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണുള്ളത്. ഉദാഹരണം സൈബർ നിയമങ്ങളാണ്. സൈബർ നിയമങ്ങൾ അപ്പൊ അവശിഷ്ട അധികാരങ്ങൾ ഉൾപ്പെടുന്നു. റെസിഡ്യൂറി പവേഴ്സ് ആണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾ ഉൾപ്പെടുന്നു. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിൽ ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ അത് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നു. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ഉദാഹരണം സൈബർ നിയമങ്ങൾ. സൈബർ നിയമങ്ങൾ അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിഡ്യൂറി പവേഴ്സിൽ പെടുന്നു. സൈബർ നിയമങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. സൈബർ നിയമങ്ങൾ ഇതിൽ പെടുന്നു. അപ്പൊ അവശിഷ്ട അധികാരങ്ങൾ അഥവാ അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിഡ്യൂറി പവേഴ്സിൽ പെടുന്നു. താഴെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ച് ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ച് ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. ദേശീയ വനനയം പ്രഖ്യാപിച്ചു. പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ വാർത്താ തലക്കെട്ടുകൾ ഇവ ഏത് പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിലെ, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്. നമ്മൾ മുകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ ഒക്കെ ഏതാണ്? റെയിൽവേ ഒക്കെ യൂണിയൻ ലിസ്റ്റിലാണ് പെടുന്നത്. ജയിൽ എവിടാണ്? ജയിലിലെ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. വനമൊക്കെയുള്ള ഇതിലാണ് കൺകറന്റ് ലിസ്റ്റ് അത് സമവർത്തി ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. പോലീസ് സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ വിദ്യാഭ്യാസവും വനവും ഒക്കെ എവിടാണ് ഉൾപ്പെടുന്നത്? വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ജയില് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. റെയിൽവേ യൂണിയൻ ലിസ്റ്റില്. തദ്ദേശ സ്വയംഭരണം യൂണിയൻ ലിസ്റ്റില്. പ്രതിരോധം, വിദേശകാര്യമൊക്കെ എവിടെയാണുള്ളത്? യൂണിയൻ ലിസ്റ്റില്. ഇന്ത്യ ശ്രീലങ്ക നയതന്ത്ര കരാറിൽ ഒപ്പിച്ച് വിദേശകാര്യം അത് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇതെല്ലാം മുകളിൽ പറഞ്ഞിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതാണ്? കൺകറന്റ് ലിസ്റ്റില് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനിൽ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ എന്നിവയാണ്. അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുന്നത് സൈബർ നിയമങ്ങൾ. അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിഡറി പവേഴ്സിൽ ഉൾപ്പെടുന്നത് സൈബർ നിയമങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന അധികാരം വേർതിരിക്കൽ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. അപ്പൊ ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. അപ്പൊ ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടന നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഇത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള
വരികളാണിത്. ഡോക്ടർ BR അംബേദ്കറുടെ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇത് കൂടെ കൊടുത്തിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നും ഡോക്ടർ BR അംബേദ്കറിന്റെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. BR അംബേദ്കറിന്റെ പ്രസംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ചോദിക്കുമായിരിക്കും, ഇത് പറഞ്ഞിട്ട് ഇത് ആര് പറഞ്ഞു, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും എന്ന് BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗമാണ്. താഴെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെയൊക്കെ പിക്ചർ കൊടുത്തിരിക്കുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അധികാരം വേർതിരിക്കുന്ന എങ്ങനെയായിട്ട്? നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്, നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി. അധികാരം വേർതിരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണം. അപ്പൊ ഭരണഘടനാ ശില്പിയായ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിലെ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. അപ്പം ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നതെന്ന് താഴെ പറഞ്ഞിരിക്കുന്നത്. നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇത് നേരത്തെ പറഞ്ഞതാണ്. ലോക്സഭയുണ്ട്, ഇന്ത്യക്ക് രാജ്യസഭയുണ്ട്. ഇനി 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയെ പോലെ വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പൊ സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. താഴെ വന്നു കഴിഞ്ഞാൽ നിയമനിർമ്മാണ സഭയുടെ ചുമതലകളാണ് കൊടുത്തിരിക്കുന്നത്. പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണ് കൊടുത്തിരിക്കുന്നത്. നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇത്രയും ചുമതലകളുണ്ട് പാർലമെന്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചർ കൊടുത്തിരിക്കുന്ന ഇതേപോലെ ചോദിക്കും. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നതെന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ ഇവയൊക്കെയാണ്. പാർലമെന്റിന്റെ 2 സഭകളായ ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രധാന സവിശേഷതകളാണ് താഴെ ഇനിയും പറയുന്നത്. പാർലമെന്റിന്റെ 2 സഭകൾ ഏതൊക്കെയാ? പാർലമെന്റിന്റെ ലോക്സഭയും രാജ്യസഭയും. അതിന്റെ സവിശേഷതകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പാർലമെന്റിന്റെ പ്രധാന ചുമതലകളും ഇനിയും പാർലമെന്റിന്റെ 2 സഭകളായ ലോക്സഭയുടെ രാജ്യസഭയുടെ സവിശേഷതകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭ. പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോക്സഭ.
ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543, 2023 കണക്ക് പ്രകാരം 540 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത് ലോക്സഭയിൽ. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പ് സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതുപോലെ പഠിക്കണം. ഇത് ചോദിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ PSC പരീക്ഷയ്ക്ക്. പാർലമെന്റിന്റെ അധോമണ്ഡലം അറിയപ്പെടുന്ന ലോക്സഭ എന്നാണ്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത് ലോക്സഭാ അംഗങ്ങളെയാണ്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ 25 വയസ്സ് പൂർത്തിയായവർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. പാർലമെന്റ് അധോമണ്ഡലം എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. ഇപ്പോൾ നിലവിൽ 2023 കണക്കനുസരിച്ച് 543 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണം നിലനിൽപ്പ് സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. അപ്പൊ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന എപ്പോഴാ? ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിനും ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലുമാണ് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാ? അതെല്ലാവർക്കും അറിയാം. സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. അപ്പൊ ധനപരമായ കാര്യങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. മണിബിൽ അവതരിപ്പിക്കുന്ന ലോക്സഭയിൽ ആദ്യം ഒന്ന് പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പൊ ലോക്സഭ ധനബില്ലും അവിശ്വാസ പ്രമേയം ഏത് സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിലാണ്. പിന്നെ ഇതും ഇമ്പോർട്ടന്റ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. അടുത്തത് രാജ്യസഭ. ലോക്സഭ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം. രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾ പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അപ്പൊ രാജ്യസഭയെ പറ്റി പറയുവാണെങ്കിൽ ഇത് മുഴുവൻ പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ എന്നറിയപ്പെടുന്നത്. അപ്പൊ അധോസഭ ലോക്സഭയും പാർലമെന്റിന്റെ ഉപരിസഭ രാജ്യസഭ എന്നറിയപ്പെടുന്നു. അപ്പൊ ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ കഴിയും. ലോക്സഭയിലേക്ക് 25 വയസ്സായിരുന്നെങ്കിൽ രാജ്യസഭയിലേക്ക് 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. ലോക്സഭയ്ക്ക് കാലാവധിയുണ്ട്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. രാജ്യസഭ പക്ഷേ ഒരു സ്ഥിര സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി പക്ഷേ 6 വർഷമാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ പക്ഷേ ഒരു സ്ഥിര സഭയാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നു, എന്നിട്ട് ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. അപ്പൊ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്.
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതിയ ഒരു ന്യൂ SCRT കൂട്ടിച്ചേർത്തേക്കുന്നതാണ് ഇത്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന എത്രയാണ് ലോക്സഭയുടെ രാജ്യസഭയുടെ സവിശേഷതകൾ? താഴെ ഒന്നുകൂടെ ഒരു കോളത്തിൽ വരച്ചിട്ടുണ്ട്. ലോക്സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധോസഭ, രാജ്യസഭ എന്ന് പറഞ്ഞാൽ ഉപരിസഭ. അവയുടെ സവിശേഷതകൾ താഴെ കോളത്തിൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത നിയമനിർമ്മാണം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അപ്പൊ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് നിക്ഷിപ്തം? ആരുടെ കയ്യിലാണ് അധികാരം ഉള്ളത്? പാർലമെന്റിനാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായി നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബിൽ തയ്യാറാക്കുന്നത്. അപ്പം മന്ത്രിസഭ അംഗീകാരം നൽകിയപ്പെടുന്ന ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബിൽ തയ്യാറാക്കുന്നത്. നിയമനിർമ്മാണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഇന്ത്യയിൽ പാർലമെന്റിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഇവിടെ അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി ഭരണക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണഘടനാ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. പിന്നെ ബില്ലുകൾ വിവിധ തരമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. അപ്പൊ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. പിന്നെ അടുത്ത ബില്ല് മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബിൽ. അപ്പൊ ഗവൺമെന്റ് ബില്ലുണ്ട്, സ്വകാര്യ ബില്ലുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. അപ്പൊ ധനബില്ലുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെന്റ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ധനബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബിൽ ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പൊ മേളിൽ നമ്മൾ പറഞ്ഞില്ല ധനബില്ലുകൾ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണെന്ന്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളെ കണക്കാക്കുന്നത്. അപ്പൊ ധനേതര ബില്ലുകൾ ഏതൊക്കെയാ? ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകൾ എന്നറിയപ്പെടുന്നത്. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. എക്സാമ്പിൾ ഭരണഘടനാ ഭേദഗതി ബില്ലും സാധാരണ ബില്ലുമാണ് ധനേതര ബില്ലുകൾ. അപ്പൊ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്ന് തരത്തിലുണ്ട് ബില്ലുകൾ. ഗവൺമെന്റ് ബില്ല് മന്ത്രിമാർ അവതരിപ്പിക്കുന്നത്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ ധനബില്ല് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ധനേതര ബില്ലുകളാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും. ഒരു ബിൽ നിയമമാകുന്നതിന് വിവിധ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. ഒന്നാം വായനയിൽ ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അപ്പൊ ഒന്നാം വായനയിൽ ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ഒന്നാം വായനയിലാണ്. ബില്ലിന്റെ ഒന്നാം വായനയിൽ പറയുന്നത് ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാം വായനയിൽ ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്ന് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ രണ്ടാം വായനയിലാണ് കമ്മിറ്റി ഘട്ടം എന്ന് അറിയപ്പെടുന്നത്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. അപ്പൊ മാറ്റങ്ങളോ ഭേദഗതികളോ ബില്ല് വരുന്നത് രണ്ടാം വായനയിലാണ്. ഒന്നാം വായനയിൽ ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്ന്, ഇരുസഭകള് ലോക്സഭയോ രാജ്യസഭയോ ഏത് സഭയിലും മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാം വായന കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്ന മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. മൂന്നാം വായനയിൽ ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. അപ്പൊ ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് മൂന്നാം വായനയിലാണ്. ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു.
ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. അപ്പൊ ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. രണ്ടാമത്തെ സഭയിൽ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന ആവർത്തിക്കപ്പെടുന്നു. ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രണ്ട് സഭകളും അംഗീകരിച്ചു കഴിഞ്ഞാൽ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബിൽ നിയമമായി മാറുന്നു. അപ്പൊ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമ്പോഴാണ് ഒരു ബിൽ നിയമമായി മാറുന്നത്. അപ്പൊ ഒരു ബിൽ നിയമമാകുന്നതിൽ വിവിധ ഘട്ടങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. ആദ്യ സഭയിൽ അവതരിപ്പിച്ച കഴിഞ്ഞാൽ രണ്ടാം സഭയിൽ ഇതേപോലെ തന്നെ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായനയും കഴിഞ്ഞ് രണ്ട് സഭകൾ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനെ സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ആ ബില്ല് നിയമമായി മാറുന്നു. അടുത്തത് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നത്. 61 ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത് 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നാണ് നമ്മുടെ 61 ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. നമ്മുടെ 61 ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നാണ്. 86 ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 86 ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതി 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയത്. 101 ഭേദഗതി എന്താണ് വന്നത്? ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് 101 ഭേദഗതി പ്രകാരമാണ്. 2017 ജൂലൈ ഫസ്റ്റിനാണ് GST നിലവിൽ വന്നത്. 2017 ജൂലൈ ഫസ്റ്റിനാണ് GST നിലവിൽ വന്നത്. 101 ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഥവാ GSTക്ക് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് 101 ഭേദഗതി പ്രകാരമാണ്. 18 വയസ്സ് പൂർത്തിയായ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് 61 ഭേദഗതി 1989 61 ഭേദഗതിയാണ്. പിന്നെ വിദ്യാഭ്യാസത്തിന് മൗലികാവകാശമാക്കി മാറ്റിയത് 2002 86 ഭേദഗതി. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. 86 ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം ലഭിച്ച വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശം. താഴെ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായമാകുന്നു. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റിന്. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. അപ്പോൾ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്നത് അനുച്ഛേദം 368 പ്രകാരമാണ്. ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെ അംഗീകാരം അനിവാര്യമാണ്. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെ അംഗീകാരം അനിവാര്യമാണ്. ലോക്സഭയുടെ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ് ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ. ഭരണഘടനാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്നു. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെ അംഗീകാരം അനിവാര്യമാണ്. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. അപ്പൊ സംയുക്ത സമ്മേളനം ഒന്നുമില്ല. ഈ രണ്ട് സഭകൾ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സംയുക്ത സമ്മേളനം ഒന്നും വിളിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതിയുള്ള അധികാരം പാർലമെന്റ് നിക്ഷിപ്തമാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെ അംഗീകാരം അനിവാര്യമാണ്. അപ്പൊ ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം ഒന്നും വിളിക്കുന്നില്ല. ഇത്രയാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ പരിചയപ്പെടാവുന്ന താഴെ പറഞ്ഞിരിക്കുന്നത് ഭേദഗതി രീതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇത്രയും ഈ ക്ലാസ്സിലെടുക്കാം. നെക്സ്റ്റ് ഇതിന്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇത്രയും ഒരുപാടുണ്ട് ഇതിനകത്ത് പഠിക്കാൻ. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മുഴുവൻ ഞാൻ നല്ലതുപോലെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഭേദഗതി രീതികൾ താപ്പോട്ട് കുറേ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ടെക് ഏഞ്ചൽ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. താങ്ക് യു.